ജമ്മു കാശ്മീരിൽ ഭീകരരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ. 2 ഭീകരരെ വധിച്ചു. കൊല്ലപ്പെട്ടവരിൽ ലഷ്കർ-ഇ തോയ്ബയിലെ പ്രമുഖ ഭീകരർ ഉൾപ്പെട്ടിട്ടുണ്ട്. ലഷ്കർ-ഇ തോയ്ബയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാക്കിർ അഹമ്മദ് ഖാനി, ഇയാളുടെ സഹായിയായ ലത്തീഫ് ഭട്ട് എന്നിവരാണ് ഇവിടെ കൊല്ലപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജനവാസ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം ശക്തമാകുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സൈന്യവും കേന്ദ്ര ഭരണ പ്രദേശത്തെ പോലീസും CRPF-ഉം സംയുക്തമായി തന്നെ നടത്തിയ ഓപ്പറേഷൻ ഇവിടെ നടന്നത്. ഈ തിരച്ചിലിനിടയിലായിരുന്നു ഏറ്റുമുട്ടലുണ്ടായതും. ജമ്മു കാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിലാണ് സംഭവം നടന്നത്. ഇവിടെ അമിത്ഷായുടെ ഇന്ത്യൻ സേന വളരെ ഊർജിതമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ്. മാത്രമല്ല, ഒരു ഭീകരവാദിയെ പോലും ഭാരത മണ്ണിൽ വെച്ച് പൊറുപ്പിക്കില്ല എന്ന ദൃഢപ്രതിജ്ഞയാണ് അമിത്ഷാ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അമർനാഥ് യാത്രയോടനുബന്ധിച്ചുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്ത്, ആ ഒരു പ്രവിശ്യയിൽ ഉടനീളം തന്നെ കനത്ത ജാഗ്രതയും സുരക്ഷാ പരിശോധനകളും തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ ഷോപ്പിയാനിലെ ചാൻപോര അതേപോലെ മറ്റു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ സുരക്ഷാ സേന വിപുലമായ തിരച്ചിൽ ആരംഭിച്ചതും. സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രദേശം വളയുകയും അവിടെ സംശയാസ്പദമായ കേന്ദ്രങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തതോടുകൂടി തന്നെ ഒളിച്ചിരുന്ന ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർക്കുകയാണ് ആദ്യമുണ്ടായത്. സൈന്യമാകട്ടെ ശക്തമായി തിരിച്ചടിച്ചതോടെയാണ് പ്രദേശം യുദ്ധസമാനമായ ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയതും. അതുപോലെ തന്നെ മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഭീകരർ നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന വിലയിരുത്തലിൽ സാധാരണക്കാരായ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മുൻകരുതലുകൾ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്രമികൾ ഒളിച്ചിരിക്കുന്ന ഭാഗങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടയ്ക്കുകയും പ്രദേശം കനത്ത സുരക്ഷാ വലയത്തിലാക്കുകയും ചെയ്തിരിക്കുകയാണ്. കൂടുതൽ ഭീകരർ പ്രദേശത്ത് തമ്പടിച്ചിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് സംഭവ സ്ഥലത്തേക്ക് അധിക സൈന്യത്തിനെ നിയോഗിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും ഏറ്റുമുട്ടൽ തുടരുമെന്നതാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ജമ്മു കാശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാനും അമർനാഥ് തീർത്ഥാടനത്തിന് തടസ്സം സൃഷ്ടിക്കുവാനും ലക്ഷ്യമിട്ടുള്ള ഭീകരരുടെ ശ്രമങ്ങളെ ചെറുക്കാൻ അതിർത്തി മേഖലകളിൽ നിരീക്ഷണം ശക്തമാക്കിയതായും തിരച്ചിൽ ഊർജിതമാക്കിയതായും സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, സൈന്യം ശക്തമായി തന്നെ തിരിച്ചടിച്ചതോടുകൂടി തന്നെ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടാവുകയായിരുന്നു ചെയ്തത്. മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഭീകരർ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ അതിൽ സാധാരണക്കാരായ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള മുൻകരുതലാണ് ആദ്യം ഇവിടെ അധികൃതർ സ്വീകരിച്ചത്. അക്രമികൾ ഒളിച്ചിരിക്കുന്ന ഭാഗങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടയ്ക്കുകയും പ്രദേശം കനത്ത സുരക്ഷാ വലയത്തിലേക്ക് അവിടെ ആക്കുകയുമാണ് ചെയ്തത്. കൂടുതൽ ഭീകരർ പ്രദേശത്ത് തമ്പടിച്ചിരിക്കാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് സംഭവ സ്ഥലത്ത് അധിക സൈന്യത്തെ നിയോഗിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും വലിയ ശക്തമായ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും അത് വലിയ രീതിയിൽ ഈ ജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടാക്കാത്ത രീതിയിലേക്ക് അതിനെ തരണം ചെയ്യണം എന്നതാണ് ഇപ്പോൾ മറ്റൊരു വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത്. മാത്രമല്ല, ജമ്മു കാശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാനും അമർനാഥ് തീർത്ഥാടന യാത്ര അത് തടസ്സപ്പെടുത്താനുള്ള വ്യക്തമായ ലക്ഷ്യം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിർത്തി മേഖലകളിൽ കൂടുതലായിട്ടുള്ള നിരീക്ഷണവും തിരച്ചിലും അവിടെ ശക്തമായി തന്നെ അത് ഊർജിതമാക്കിയതായി തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.